കാസർഗോഡ് നീലേശ്വരം നെഹ്റു കോളേജിൽ പ്രചാരണത്തിനിടെയുണ്ടായ കയ്യേറ്റത്തിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. SFI പ്രവർത്തകരാണ് തടഞ്ഞതെന്ന് UDF ആരോപിച്ചു. തൃക്കരിപ്പൂരിൽ ഫാഷിസ്റ്റ് നടപടിയാണ് LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. അവിടുത്തെ വിദ്യാർത്ഥി നേതാക്കളെന്ന് സ്വയം വിളിക്കപ്പെടുന്ന അവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാൻ്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രചരണം നടത്താൻ പാടില്ല, അതിനകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയും ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ അകത്ത് പോയി വിദ്യാർത്ഥികളെ കാണാൻ ശ്രമിച്ച സമയത്താണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ എല്ല് ഒടിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇടിവള കൊണ്ട് ഇടിച്ച് മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്, തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേർന്നു. ഷഫീഖ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട UDFന്റെ ആരോപണം എന്താണ്? ഒപ്പം LDF നേതൃത്വം ഏതെങ്കിലും തരത്തിൽ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നെഹ്റു കോളേജിൽ UDF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പ്രചാരണത്തിനെത്തുന്നത്. പ്രചാരണത്തിനെത്തിയപ്പോൾ തന്നെ SFIയുടെ പ്രവർത്തകർ കോളേജ് യൂണിയൻ ചെയർമാന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിയെയും സ്ഥാനാർത്ഥിയുടെ ഒപ്പം ഉണ്ടായിരുന്നവരെയും തടയുകയായിരുന്നു എന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി KSUവിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. SFIയുടെ പ്രവർത്തകർ കോളേജ് യൂണിയൻ ചെയർമാന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിയെ തള്ളിമാറ്റുകയും അതോടൊപ്പം തന്നെ സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തു എന്നതാണ് UDFന്റെ പരാതി. ഈ കോളേജിനകത്ത് വരാനും അവിടെ സ്ഥാനാർത്ഥിക്ക് പ്രചാരണം നടത്താനും അനുവദിക്കില്ല എന്ന് SFIയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ പറഞ്ഞു എന്ന് UDFന്റെ നേതൃത്വം പറയുന്നുണ്ട്. ഇങ്ങനെ തള്ളിമാറ്റുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് പരിക്കേറ്റത്. അതോടൊപ്പം തന്നെ 2 KSU പ്രവർത്തകർക്കും അവരുടെ കൈക്കും അതോടൊപ്പം തന്നെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. ഈ 3 പേരും ഇപ്പോൾ തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. പോലീസ് സന്ദീപ് വാര്യരിൽ നിന്നും പരിക്കേറ്റവരിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടി ഉണ്ടാകും എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം.